നമസ്കാരം, അമൃതാണ്. അപ്പോൾ ഇതൊരു അൺബോക്സിങ് വീഡിയോ ആണ്. അൺബോക്സിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കഴിഞ്ഞ ദിവസം നമ്മുടെ ചൈനീസ് കത്തി DJIയുടെ ഓസ്മോ പോക്കറ്റ് എന്ന് പറഞ്ഞിട്ടൊരു ഡിവൈസ്, അതിൻ്റെ അൺബോക്സിങ് വീഡിയോ ഞാൻ ചെയ്തിരുന്നു. അപ്പോൾ ഇത് ഞാൻ കുറച്ച് ദിവസമായിട്ട് യൂസ് ചെയ്യണം. എനിക്ക് വളരെ വേർത്തായിട്ട് തോന്നി. കാരണം ഇത് ഇറങ്ങിയ സമയത്ത് ഏതാണ്ട് 30,000 സംതിങ് ആയിരുന്നു ഇതിൻ്റെ പ്രൈസ്. 07 ഇറങ്ങിയ സമയത്താണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. ആ സമയത്താണ് DJI വളരെ ഹാൻഡി ആയിട്ട് ഈ ഗോപ്രോയുടെ ചെറിയ ക്യാമറകൾക്കൊരു കോമ്പീറ്റൻസി കൊടുക്കത്തക്ക വിധത്തിലുള്ള ഒരു ഡിവൈസ് ആദ്യമായിട്ട് ഇറക്കുന്നത്. അതെനിക്ക് തോന്നുന്നു ഓസ്മോ പോക്കറ്റ് ആണെന്ന് തോന്നുന്നു ആദ്യമായിട്ട് അവർ ഇറക്കുന്നത്. അപ്പോൾ ഇതിനൊരു വലിയ അഡ്വാൻറ്റേജ് ഉണ്ടായിരുന്നു. അന്ന് ഇറങ്ങിയ സമയം മുതലേ എനിക്ക് ഒരു നോട്ടം ഉണ്ടായിരുന്ന ഒരു പ്രോഡക്റ്റാണ്. പക്ഷേ അന്നത്തെ ബഡ്ജറ്റ് വെച്ചിട്ട് എനിക്ക് അത്ര വർത്തെല്ലാം എന്ന് തോന്നി. കാരണം ഗോപ്രോയുടെ ഒരു ക്വാളിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഒരു സ്ട്രോങ് ബിൽഡ് ക്വാളിറ്റിയാണ്. പിന്നെ ലൈഫ് ലോങ് അതിന് വേറെ കംപ്ലയിൻസ് ഒന്നും അധികം വരാതെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. കാരണം എൻ്റെ ഒരു എക്സ്പീരിയൻസ് ആണ് ഞാനത് പറയുന്നത്. ഇടയ്ക്ക് വെച്ചിട്ട് ബാറ്ററി കുറച്ച് ചൂടായി ലീക്കായ അങ്ങനെ ഒരു ചെറിയ ഇഷ്യൂ വന്നായിരുന്നു. എന്നിട്ട് പോലും എൻ്റെ ക്യാമറയ്ക്ക് ഒരു തരത്തിലുള്ള ഇഷ്യൂസ് ഇതുവരെ വന്നിട്ടില്ല. ഇപ്പോഴും ഞാൻ യൂസ് ചെയ്യുന്നത് ആ ഗോപ്രോയുടെ ക്യാമറയാണ്. ഗോപ്രോയുടെ ഹീറോ 6 എന്ന് പറയുന്ന മോഡലാണ്. അപ്പോൾ ഇത് ഞാൻ ഇപ്പോൾ റീസെൻ്റായിട്ട് അവരിതിലൊരു അപ്ഗ്രേഡേഷൻ വരുത്തി. ഇതിൽ ചില കുറവുകളൊക്കെ പരിഹരിച്ചുകൊണ്ട് അവരിതിൻ്റെ ഓസ്മോ പോക്കറ്റ് 2 എന്ന് പറഞ്ഞൊരു വേർഷൻ ഇറക്കി. അപ്പോൾ ആ 2 എന്ന് പറയുന്ന വേർഷൻ വന്നപ്പോഴത്തേക്ക് ഇവർ ആ പഴയ വേർഷൻ, അതായത് ആ ഒരു ആദ്യം ഇറക്കിയ ഈ ഒരു മോഡലിൻ്റെ ഒരുപാട് പ്രൈസ് കുറച്ചുകൊണ്ട് അവർ സെയിൽ ചെയ്ത് തീർക്കുക. അപ്പോൾ ഇതിന് ഇപ്പോഴത്തെ കോസ്റ്റ് എനിക്ക് തോന്നുന്നു 12,000 സംതിങ് ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് വളരെ വെർത്തായിട്ട് തോന്നി. കാരണം അത് ഹാഫ് പ്രൈസിലോട്ട് വന്ന സ്ഥിതിക്ക് ഇതെന്തുകൊണ്ടും വെർത്താണ്. കാരണം ഇത് ഗോപ്രോയിലൊക്കെ നമുക്കറിയാം ഹാർഡ്വെയർ റിലേറ്റഡ് ആയിട്ടുള്ള ഇമേജ് സ്റ്റെബിലൈസേഷനാണ്, ഇലക്ട്രോണിക് ഇമേജ് സ്റ്റെബിലൈസേഷനാണ്. അതിനെന്തോ ഹൈപ്പർ ത്രെഡിങ് എന്നൊക്കെ പറഞ്ഞ് അവർ ട്രേഡ് മാർക്കായിട്ടുള്ളൊരു പേരും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് വളരെ സ്റ്റഡി ആയിട്ടുള്ള ഫുട്ടേജസ് ഒക്കെ നമുക്ക് എടുക്കാൻ പറ്റും. പക്ഷേ എങ്കിലും അവിടെ ഒരുപാട് പരിമിതികളുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പ്രീവിയസ് ആയിട്ട് ക്യാപ്ചർ ചെയ്യുന്നതിന് മുന്നേ കൂട്ടി തന്നെ ഒരു സറൗണ്ടിങ്സ് കണ്ടു കഴിഞ്ഞാൽ അവിടെ ഇങ്ങനെ ആയിരിക്കും എന്നുള്ളത് ഒരു പ്രൊസസ്സർ മനസ്സിലാക്കിയിട്ട് ഒരു സെൻസർ അത് തിരിച്ചറിഞ്ഞിട്ട് അതിന് പറ്റിയ ഒരു സ്റ്റെബിലൈസേഷൻ അത് ഇലക്ട്രോണിക്കലി ഉണ്ടാക്കിയെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ ചിലപ്പോൾ ഒരു കുറച്ച് ആർട്ടിഫിഷ്യൽനെസ് നമുക്ക് ആ വിഷ്വൽസിൽ വളരെ ഫാസ്റ്റായിട്ട് വരുമ്പോൾ ചെറിയൊരു ആർട്ടിഫിഷ്യൽ ഒരു ലൈറ്റിംഗ് ഒക്കെ അതിൽ നമുക്ക് ഫീൽ ചെയ്യാം. പക്ഷേ ഇതിനെ സംബന്ധിച്ചിടത്തോളം ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിനൊരു ഡെഡിക്കേറ്റഡ് ഗിംബൽ തന്നെ ഉണ്ട്. ഇതൊരു ഡെഡിക്കേറ്റഡ് ക്യാമറയാണെന്ന് വേണമെങ്കിൽ നമുക്കിതിന് പറയാം. കാരണം ക്യാമറ ഒരു ഡെഡിക്കേറ്റഡ് ഡിവൈസ് ആയിട്ട് ഇതിനകത്തുണ്ട്, പക്ഷേ എങ്കിലും ഒരു ഡെഡിക്കേറ്റഡ് ഗിംബലും കൂടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു ക്യാമറയിൽ എന്തൊക്കെ ഷേക്കുകൾ വരാം അതിനെയൊക്കെ ഒരു ഗിംബൽ നല്ല രീതിയിൽ അത് റെസിസ്റ്റ് ചെയ്ത് അതിനെ നല്ല സ്മൂത്തായിട്ട് അല്ലെങ്കിൽ നല്ല ഫ്ലൂയിഡിക് ആയിട്ടുള്ളൊരു ഫുട്ടേജ് കൊടുക്കാൻ എപ്പോഴും ഇമേജ് സ്റ്റെബിലൈസേഷൻ എന്ന് പറയുന്ന ആ ഒരു രംഗത്ത് എപ്പോഴും ഗിംബലിന് തന്നെയാണ് അതിനൊരു ഫസ്റ്റ് പ്രയോറിറ്റി. കാരണം ഗിംബൽ കൊടുക്കുന്ന ആ ഒരു മാഗ്നറ്റിക് ഗിംബലിൻ്റേതായിട്ടുള്ളൊരു, ഇപ്പോൾ നമുക്കറിയാം ഇപ്പോൾ കല്യാണ വീഡിയോസ് ആയിരുന്നാലും അല്ലെങ്കിൽ ഏത് ഫിലിംസ് ഒക്കെ ആയിരുന്നാലും ഒരു ഹയർ ലെവൽ വീഡിയോ ക്യാപ്ചറിങ്ങിനൊക്കെ യൂസ് ചെയ്യുന്ന എല്ലാം ഗിംബൽസാണ്. അപ്പോൾ ആ ഗിംബലിൻ്റേതായിട്ടുള്ള ഒരു അഡ്വാൻറ്റേജ് ഓസ്മോയുടെ ഈ ഒരു ഡിവൈസിനുണ്ട്. അപ്പോൾ അതൊരു വലിയൊരു അഡ്വാൻറ്റേജ് ആണ്. അപ്പോൾ അതിൽ കിട്ടുന്ന ആ ഒരു സ്മൂത്ത്നെസ് ഒരിക്കലും ഗോപ്രോയുടെ ഇമേജ് സ്റ്റെബിലൈസേഷൻ ആയിരുന്നാലും അല്ലെങ്കിൽ വേറെ ഏതൊക്കെ ഇപ്പോൾ ഒരു റീസെൻ്റായിട്ട് ഇൻസ്റ്റാ 360 എന്നൊക്കെ പറഞ്ഞിട്ട് ഇൻസ്റ്റാ എന്ന് പറഞ്ഞൊരു പുതിയ കമ്പനിയും കൂടെ ഈ ഒരു മേഖലയിലോട്ട് വന്നിട്ടുണ്ട്. പിന്നെ കുറച്ച് ബഡ്ജറ്റിൽ കുറഞ്ഞു വരുന്ന ക്യാമറാസിലൊക്കെ എടുത്തു നോക്കി എല്ലാത്തിലും ഈ മാക്സിമം ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷൻ കുറച്ചും കൂടെ ഹയർ എൻഡ് ക്യാമറാസിൽ വരും. അതായത് നമ്മുടെ നിക്കോണിൻ്റെ ക്യാമറ ആയിരുന്നാലും അല്ലെങ്കിൽ കാനനാണ് കൂടുതലും ഈ വ്ളോഗിങ് ക്യാമറാസിലൊക്കെ കൂടുതൽ പ്രോഡക്ട്സ് അത്തരത്തിലുണ്ടാക്കുന്നത്. അപ്പോൾ അത്തരം ക്യാമറാസൊക്കെ എടുക്കുമ്പോഴത്തേക്ക് കുറച്ചും കൂടെ ഒരു വലിയ സ്ക്രീനിലൂടെ നമുക്ക് കാണാം എന്നുള്ളതിനപ്പുറത്തേക്ക് അവർ ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷനാണ് കൂടുതൽ പ്രയോറിറ്റൈസ് ചെയ്യുന്നത്. ആ ലെൻസിനൊരു ഷോക്ക് അബ്സോർപ്ഷൻ മെക്കാനിസം ഒക്കെ കൊടുക്കുക. അതാണ് ഈ ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷൻ എന്ന് പറയുന്നത്. പക്ഷേ ഇതിനെ സംബന്ധിച്ചിടത്തോളം ഈ ഗിംബൽ ആയതുകൊണ്ട് തന്നെ ഇതിന് വളരെ വലിയ അഡ്വാൻറ്റേജ് ഉണ്ട്. നല്ല സ്മൂത്ത് ഫുട്ടേജസ്, നമ്മളൊരു മൂവിയിലൊക്കെ എടുക്കുന്ന പോലുള്ള സിനിമാറ്റിക് വിഷ്വൽസ് നമുക്ക് ഇതിലൂടെ എടുക്കാൻ പറ്റും. അപ്പോൾ ഇതിനെ ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ക്യാമറ, അതായത് നമുക്കിപ്പോൾ ഒരു വ്ളോഗിംഗ് അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, ശരിക്കും ഒരു ക്രിയേറ്റർക്ക് നല്ല ഇൻഫോർമേറ്റീവ് കണ്ടന്റ്സ് ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു ക്രിയേറ്റർ ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു ആർട്ടിസ്റ്റ് ആയിരിക്കാം, അല്ലെങ്കിൽ എന്ത് തരത്തിലുള്ള ആർട്ടിസ്റ്റിക് സ്കില്ലുണ്ടെങ്കിലും അതിനെ നമുക്ക് എങ്ങനെ ഒരു വിഷ്വലാക്കി അവതരിപ്പിക്കുക എന്നുള്ളതിനെക്കുറിച്ച് ഞാനൊരു റിസർച്ചിലായിരുന്നു. കാരണം ഒരുപാട് ആർട്ടിസ്റ്റുകൾക്ക് അത്തരത്തിലുള്ള ഒരു ചാനലിൻ്റെ ഒരു ഗൈഡൻസ് ഒക്കെ ഞാനിപ്പോൾ റീസെൻ്റായിട്ട് ചെയ്തിരുന്നു. അപ്പോൾ അതിനൊക്കെ വളരെ മിനിമലായിട്ടുള്ള ഒരു ഫസ്റ്റ് ഇൻവെസ്റ്റ്മെൻ്റ് എന്നുള്ള നിലയിൽ ഒരു കണ്ടന്റ് ക്രിയേറ്റർക്ക് നല്ല ഔട്ട്പുട്ട് കിട്ടുകയും ചെയ്യണം, സെയിം ടൈം വളരെ കൂടുതൽ ബഡ്ജറ്റ് ആകാനും പാടില്ല എന്നുള്ള നിലയിൽ. കാരണം ഇപ്പോൾ പലരും ഒക്കെ മിസ്ഗൈഡ് ചെയ്യുന്നുണ്ട്. ഇത്തരത്തിലൊരു കണ്ടന്റ് ക്രിയേറ്റർ ആണോന്നുണ്ടെങ്കിൽ ഒന്നുകിലും ഒരു ഐഫോൺ വേണം, ഐഫോണിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു ഐഫോൺ വേണം. അപ്പോൾ അതുപോലെ തന്നെ എഡിറ്റിങ്ങിനായിട്ടൊരു നല്ല ഫൈനൽ കട്ട് പ്രോ
പ്രോ ഒക്കെ ഉള്ള ഒരു വലിയ ലാപ്ടോപ്പ് വേണം, അതും ആപ്പിളിൻ്റെ തന്നെ ലാപ്ടോപ്പ് വേണമെന്നൊക്കെയാണ് പല കണ്ടന്റ് ക്രിയേറ്റേഴ്സും ഗൈഡ് ചെയ്യുന്നത്. അപ്പോൾ അതൊക്കെ കണ്ടപ്പോഴത്തേക്ക് എനിക്ക് അതിൻ്റെ ഒന്നും ആവശ്യമില്ല. കാരണം ഞാൻ യൂസ് ചെയ്യുന്ന ഞാൻ വലിയ കണ്ടന്റ് ക്രിയേറ്റർ ഒന്നും അല്ലെങ്കിൽ പോലും എൻ്റെ പരിമിതികളിൽ നിന്നുകൊണ്ട് ഞാൻ വളരെ മിനിമൽ റിസോഴ്സസിൽ നിന്ന് മാക്സിമം നല്ലൊരു ഔട്ട്പുട്ട് ഉണ്ടാക്കി എടുക്കാനാണ് ഞാൻ ശ്രമിക്കുന്നത്. അപ്പോൾ അത്തരത്തിൽ പലരെയും ഗൈഡ് ചെയ്യേണ്ടി വന്നപ്പോഴത്തേക്ക് വളരെ ലീസ്റ്റ് ആയിട്ട് വളരെ സേഫ് ഇൻവെസ്റ്റ്മെൻറ്റ്. കാരണം കണ്ടന്റ് ക്രിയേറ്റേഴ്സിനൊക്കെ ഇപ്പോൾ നമുക്കറിയാം ഒരു ചാനൽ ഉണ്ടാക്കിയിട്ട് അതിനകത്തൂടെ ഡാൻസ് പഠിപ്പിക്കുക, അങ്ങനെ ഒരുപാട് ചെറിയ ചെറിയ ഇൻസ്റ്റിറ്റ്യൂഷൻസ് അവരുടേതായിട്ടുള്ള യൂട്യൂബ് ചാനൽ ഉണ്ടാക്കുകയും അതിലൂടെ അവർ ക്ലാസ്സസ് ഒക്കെ കണ്ടക്ട് ചെയ്യുകയൊക്കെ ചെയ്യുന്നു. അപ്പോൾ അതിനൊക്കെ വളരെ സിമ്പിളായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് ഗാഡ്ജറ്റ്സിനെ കുറിച്ചൊക്കെ ഉള്ള റിസർച്ചിലായിരുന്നു. അപ്പോൾ ഇത് ഞാൻ വാങ്ങിച്ച് യൂസ് ചെയ്ത് നോക്കിയപ്പോഴത്തേക്ക് ഇതിനകത്ത് സൗണ്ട് ഔട്ട്പുട്ട് ഇതിനകത്ത് ബെറ്റർ ആയിട്ട് എനിക്ക് തോന്നി. പിന്നെ അതിനോടൊപ്പം തന്നെ ഇത് നമുക്ക് നമ്മുടെ ഫോണിൽ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ കുറേ കൂടെ കൺട്രോൾസ് ഉണ്ട്. അപ്പോൾ അതിൽ ഒരു കൺട്രോളറും കൂടെ ഞാനിന്ന് വാങ്ങിച്ചു. അപ്പോൾ അത് നമുക്കൊന്ന് അൺബോക്സ് ചെയ്യാം ആദ്യം, എന്നിട്ട് അതിൻ്റെ ഫംഗ്ഷനൊക്കെ പറയാം. അപ്പോൾ ഇതിനെക്കുറിച്ച് ഇത് കംപ്ലീറ്റ് ആയിട്ട് ഇതിൻ്റെ കൂടെ തന്നെ ഒരു മൈക്രോഫോൺ ഉണ്ട്. അതിനും DJ തന്നെ അവതരിപ്പിക്കുന്ന ഒരു ചെറിയ മൈക്രോഫോൺ അഡാപ്റ്റർ ഉണ്ട്. അതിന് ഏതാണ്ട് 4000+ കോസ്റ്റ് ഉണ്ട്. പക്ഷേ ഞാൻ അതിനൊരു ആൾട്ടർനേറ്റീവ് എന്നുള്ള നിലയിൽ നമ്മുടെ ബോയ എന്ന് പറയുന്ന കമ്പനിയുടെ ഒരു ചെറിയൊരു ഡിവൈസ് ഉണ്ട്, ഒരു ചെറിയൊരു അഡാപ്റ്റർ ഉണ്ട്. അപ്പോൾ അത് ഞാൻ വാങ്ങിക്കാൻ ഓർഡർ ചെയ്തിട്ടുണ്ട്. അത് അവർ പുറത്തുനിന്ന് വരുത്തി തരുന്നതാണ്, US നിന്ന് കണ്ട് വരുന്നതാണ്. അപ്പോൾ കുറച്ച് ദിവസം എടുക്കും. പക്ഷേ എങ്കിലും അതും കൂടെ വന്നതിന് ശേഷം ഞാൻ ഓവറോൾ നോക്കിയപ്പോൾ അതിന് ഏതാണ്ട് ഒരു 3000 സംതിങ് കോസ്റ്റ് ഉള്ളൂ. അപ്പോൾ അതെല്ലാം കൂടെ നോക്കുമ്പോൾ ഒരു 20,000 ബഡ്ജറ്റിൽ മാക്സിമം 20,000 വരുന്നില്ല. ഇതിന് ഏതാണ്ട് 2300 സംതിങ് ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇപ്പോൾ ഈ ബിഗ് സൈഡിലൂടെ തന്നെ ഒരുപാട് ഓഫേഴ്സൊക്കെ ഉള്ളതുകൊണ്ടും ഈ ക്രിയേറ്റേഴ്സിനെയൊക്കെ കൂടുതൽ അട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ആയിരിക്കാം ഇത്തരത്തിലുള്ള സാധനങ്ങൾക്കൊക്കെ വളരെ അഫോർഡബിൾ പ്രൈസാണ്. നമ്മൾ ഈ കൊറോണ ടൈം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് കണ്ടന്റ് ക്രിയേറ്റേഴ്സ് ഈ മേഖലയിൽ വരാൻ വേണ്ടിയിട്ടായിരിക്കാം ഇതിനൊക്കെ നല്ലൊരു അട്രാക്ഷനുണ്ട്. അപ്പോൾ എന്തായാലും ഞാനിതൊന്ന് അൺബോക്സ് ചെയ്യാം. ഇതിൻ്റെ ഒരു എക്സ്റ്റൻഷൻ കിറ്റാണ്. അതായത് നമുക്ക് ഫോണിൻ്റെ സപ്പോർട്ട് ഇല്ലാതെ ഈ ക്യാമറയുടെ ഒരുവിധമുള്ള ഫങ്ഷൻസ് ഒക്കെ വർക്ക് ചെയ്യിപ്പിക്കാൻ പറ്റുന്ന ഒരു കൺട്രോളറാണ്. അത് നമുക്കൊന്ന് അൺബോക്സ് ചെയ്തെടുക്കാം ആദ്യം. ഭയങ്കര പാക്കിംഗ് ഒക്കെ ആണല്ലോ, ഇതെന്ത് പഴുതാരേ. ഓക്കെ, എന്തായാലും അത് ഷെയ്ക്കാതെ വളരെ സേഫായിട്ട് അതിനെ പാക്ക് ചെയ്തിട്ടുണ്ട്. ഇങ്ങനൊരു പാക്കിങ് ഞാൻ ആദ്യമായിട്ട് കാണുന്നത്. കൊള്ളാം. ഇത് പേപ്പർ, അതിൻ്റെ ബില്ലാണ്. ഇത് ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് ഞാൻ വാങ്ങിച്ചത്. വളരെ ചെറിയൊരു പാക്കിംഗ് ഒക്കെയാണ്. പാർട്ട് 13 എക്സ്പാൻഷൻ കിറ്റ് ഓസ്മോ പോക്കറ്റ്. അപ്പോൾ ഇതിൻ്റെ കോസ്റ്റ് വന്നിട്ട് 7,999 എന്നാണ് ഇതിൽ അടിച്ചിരിക്കുന്നത്. അത്രയൊന്നും ഇല്ലെങ്കിലും എങ്ങനെ പോയിരുന്നാലും കുറച്ച് കോസ്റ്റ്ലി ആയിരുന്നു ഈ സാധനം ഇറങ്ങിയ സമയത്തും റീസെൻ്റ് ആയിട്ടും. അപ്പോൾ നമുക്കിതൊന്ന് അൺബോക്സ് ചെയ്തെടുക്കാം, അതിനകത്തുള്ള സാധനങ്ങളൊക്കെ ഒന്ന് പുറത്തെടുത്ത് നോക്കാം. അപ്പോൾ ഇതെനിക്ക് വർത്തായിട്ട് തോന്നിയ പല റീസൺസ് കൊണ്ടാണ്, അതൊക്കെ ഞാൻ വിശദമായിട്ട് പറയാം. ഇത്തരം വളരെ അഫോർഡബിൾ ആയിട്ടുള്ള ഗാഡ്ജറ്റ്സ് വെച്ചുകൊണ്ട് എങ്ങനെ നമുക്കൊരു നല്ല കണ്ടന്റ് ക്രിയേറ്റർ ആകാം. കാരണം ഇപ്പോൾ എഡിറ്റിംഗ് ആയിരുന്നാലും നമുക്ക് അത്യാവശ്യം വളരെ ഒരു മിനിമലായിട്ടുള്ള ഒരു കമ്പ്യൂട്ടർ ഉണ്ടെങ്കിലും നമുക്ക് അത്യാവശ്യം എഡിറ്റിംഗ് ഒക്കെ ചെയ്യാവുന്നതേ ഉള്ളൂ. ഇത് ഡ്യൂപ്ലിക്കേറ്റ് ഒന്നും അല്ലല്ലേ കണ്ടിട്ടൊരു. അപ്പോൾ ഇതാണ് ഇതിൻ്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള കൺട്രോളേഴ്സ്. അപ്പോൾ എനിക്കിതിൻ്റെ കോസ്റ്റ് കണ്ടപ്പോഴത്തേക്ക് ഒരു സംശയം ഉണ്ടായിരുന്നു, ഇനി ഡ്യൂപ്ലിക്കേറ്റ് വല്ലതും ആണെന്നുള്ള. കാരണം ഇതെല്ലാം DJ എന്ന് പറയുന്നത് ശരിക്കും ഒരു ചൈനീസ് കമ്പനിയാണ്. പക്ഷേ എങ്കിലും ഒരു വളരെ ഈ ഡ്രോൺസ് ഒക്കെ ഉണ്ടാക്കുന്നതിലൊക്കെ വളരെ ഒരു സുപ്പീരിയോറിറ്റി ഉള്ള ഭയങ്കര ഒരു മൊണോപ്പൊളി ഉള്ളൊരു കമ്പനിയാണ്. പൊതുവെ ഇത്തരത്തിലുള്ള ക്യാമറാസൊക്കെ ഒരു ചെറിയ ചെറിയ ആക്ഷൻ ക്യാമറാസും ഒക്കെ ഇപ്പോൾ ഇറക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് ട്രസ്റ്റഡ് ആയിട്ടുള്ളൊരു ബ്രാൻഡാണ് DJ എന്ന് പറയുന്നത്. ഇതുപോലൊരു SD കാർഡുണ്ട്. അത് വന്നിട്ട് 32 GB കാർഡാണ്. എൻ്റെ കൂടെ അഡാപ്റ്ററും ഉണ്ട്. പക്ഷേ ഈ 32 GB കാർഡാണെങ്കിലും ഇത് ബിലോ 100 Mbps സ്പീഡ് കണ്ടാണ്. അങ്ങനെ ഒരു ചെറിയ ഇഷ്യൂ ഇതിനുണ്ട്. പക്ഷേ എങ്കിലും നമ്മുടെ ഈ ഒരു ഓസ്മോ പോക്കറ്റ് വർക്ക് ചെയ്യാൻ ഇത് ഇനഫാണ്. ഇത് വർക്കാകും. അതുകൊണ്ട് തന്നെയാണ് അവരിത് തന്നിരിക്കുന്നത്. അതേസമയം ഈ സ്പീഡിലുള്ള SD കാർഡ് പൊതുവേ ഗോപ്രോയുമായിട്ട് അത്ര മാച്ച് ആകാറില്ല. ഗോപ്രോ റെക്കോർഡ് ചെയ്യുമ്പോഴത്തേക്ക് ചിലപ്പോൾ ഹാങ് ആവാനൊക്കെ ഉള്ള സാധ്യതയുണ്ട്. ഇതാണ് ഇതിൻ്റെ ഒരു കൺട്രോളർ. അതൊക്കെ ഞാൻ അത് ഫിക്സ് ചെയ്തതിന് ശേഷം, അതായത് ഇതിലൂടെ നമുക്ക് ഒരു മൗസ് സ്ക്രോൾ ചെയ്യുന്ന പോലെ ക്യാമറ മുകളിലോട്ടും താഴോട്ടും ടിൽറ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ ആ ഒരു മൂവ്മെൻറ്റ് നമുക്ക് ഇതിൽ മാറ്റിക്കഴിഞ്ഞാൽ ഈ സൈഡ് വൈസ് വെർട്ടിക്കലായിട്ട് ഫ്ലിപ്പ് ചെയ്യാനും ഹൊറിസോണ്ടലായിട്ട് ഫ്ലിപ്പ് ചെയ്യാനും പറ്റും. പിന്നെ ഇത് മറ്റ് ചില കൺട്രോളേഴ്സൊക്കെയാണ്. സാധാരണ നമുക്കിതൊരു മൊബൈലുമായിട്ട് കണക്ട് ചെയ്താൽ മാത്രമേ ഇതൊക്കെ ഫങ്ഷൻ ചെയ്യാൻ പറ്റത്തുള്ളായിരുന്നു. അല്ലെങ്കിൽ ഒരു മൊബൈൽ ആപ്ലിക്കേഷൻ വഴി മാത്രം ഫങ്ഷൻ ചെയ്യിപ്പിക്കാൻ പറ്റുന്നതെല്ലാം ഈ ഒരു കൺട്രോളറിലൂടെ കൺട്രോൾ ചെയ്യിപ്പിക്കാൻ കഴിയുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ്. പിന്നീടുള്ള ഒരു വയർലെസ് മോഡ്യൂളാണ്. ഈ ഒരു വയർലെസ് മോഡ്യൂൾ വെച്ചിട്ട് നമുക്ക് ഫോണുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. അത് ബ്ലൂടൂത്ത് ആയിട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. വയർലെസ് ആയിട്ട് നമുക്ക് വൈഫൈ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിലൂടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും പറ്റും. പക്ഷേ ഇതിലെനിക്കൊരു അഡ്വാൻറ്റേജ് തോന്നി, ഇതിന് നമുക്ക് ആ ഡിവൈസ് ഇതിനകത്ത് ട്രൈപോഡ് പോലെ മൗണ്ട് ചെയ്യാൻ പറ്റും. അത് ഞാൻ കാണിക്കാം.
ഇതുപോലെ നമുക്ക് മൗണ്ട് ചെയ്ത് വെക്കാൻ പറ്റും. അപ്പോൾ നമുക്കൊരു ട്രൈപോഡ് പോലെ ഇതിങ്ങനെ ഫിക്സ് ചെയ്ത് വെക്കാനും പറ്റും. എവിടെയെങ്കിലും ഒരു സ്റ്റാൻഡ് പോലെ ഇത് ഫംഗ്ഷൻ ചെയ്യുകയും ചെയ്യുന്നു. നമുക്ക് റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ബാറ്ററി കഴിഞ്ഞു പോകുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുവഴി ചാർജ് ചെയ്തിട്ടുകൊണ്ട് വരെ റെക്കോർഡ് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. അപ്പോൾ ഇത് വന്നിട്ട് നമുക്ക് ഇതിന് മൗണ്ട് ചെയ്ത് വെക്കത്തക്ക വിധത്തിലുള്ളൊരു ഹോൾഡറാണ് ഇത് ക്യാമറേനെ. ഇത് നമുക്ക് ഗോപ്രോയിലൊക്കെ മൗണ്ട് ചെയ്യുന്ന സെയിം ഷൂസാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് ഇപ്പോൾ ഗോപ്രോ മൗണ്ട് ചെയ്തിരിക്കുന്നത് പോലെ നമുക്കിതിൽ മൗണ്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിലെനിക്കൊരു സംശയം ഉണ്ടായിരുന്നത്, ഈ ഗോപ്രോ കമ്പനിയും ഈ DJ ആയിട്ട് ഇതിനകത്ത് വേറെ ടഗ് ഓഫ് വാർ ഒന്നും വന്നില്ല, അല്ലെങ്കിൽ കോപ്പിറൈറ്റ് ഇഷ്യൂസ് ഒന്നും വന്നില്ല എന്നുള്ളൊരു, ഡിസൈൻ കോപ്പിറൈറ്റ്സ് ഒന്നും വന്നില്ല, അല്ലെങ്കിൽ അതൊരു വയലേഷനായിട്ടൊന്നും ഗോപ്രോ എടുത്തില്ലയോ എന്നൊക്കെ ഉള്ളൊരു സംശയം എനിക്കുണ്ടായിരുന്നു. സാധാരണ ഇങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ ഉടൻ തന്നെ ഒരു വയലേഷനൊക്കെ ഫയൽ ചെയ്യാനുള്ള സാധ്യതകളൊക്കെ ഉണ്ട്. കാരണം ഇത് അവരുടെ ഒരു റൈറ്റഡ് ആണിത്, ഇങ്ങനെയുള്ളൊരു മൗണ്ട് എന്ന് പറയുന്നത്. പക്ഷേ ഡ്യൂപ്ലിക്കേറ്റ്സ് ഒരുപാട് പലതരത്തിലുള്ള മൗണ്ട്സൊക്കെ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ ഇനി നമുക്കിതൊന്ന് കണക്ട് ചെയ്ത് നോക്കാം. എൻ്റെ കൺട്രോളർ ഒന്ന് കണക്ട് ചെയ്ത് നോക്കാം. അപ്പോൾ കൺട്രോളർ കണക്ട് ചെയ്യുന്നതിന് മുന്നായിട്ട് ഇത് നമുക്കിങ്ങനെ അഴിച്ചെടുക്കേണ്ടതുണ്ട്. എന്നിട്ട് നമുക്ക് കൺട്രോളർ ഒന്ന് കണക്ട് ചെയ്യാം. വളരെ സിമ്പിളാണ്. ഇതുപോലെ അങ്ങ് പ്ലഗ് ചെയ്ത് കൊടുത്താൽ മതി. ഇത് ലോക്കായി. ഇനി നമുക്കിതൊന്ന് ഓൺ ചെയ്ത് നോക്കാം. ഓൺ ചെയ്യുമ്പോൾ ഇത് ഓട്ടോമാറ്റിക്കലി ഡിറ്റക്റ്റ് ചെയ്യാൻ സാധ്യതയുണ്ട് ഈ ഒരു കൺട്രോളറിന്. അപ്പോൾ ഇത് വെച്ച് നമുക്ക് ഫ്ലിപ്പ് ചെയ്യാം. അതുപോലെ ഇതിൻ്റെ ആംഗിളൊക്കെ റീസെറ്റ് ചെയ്യാം. പിന്നെ ഇത് വെച്ച് നമുക്ക് പയ്യെ താഴോട്ടും മുകളിലോട്ടും ഫ്ലിപ്പ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ ഒരു ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയും. അപ്പോൾ എന്തായാലും വേർത്താണ്. ഈ ഒരു കൺട്രോളറും കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കൊരു നല്ല ഒരു സിനിമാറ്റിക് വിഷ്വൽസൊക്കെ എടുക്കത്തക്ക വിധത്തിലുള്ളൊരു അത്യാവശ്യം നല്ലൊരു ക്യാമറ ആയിട്ട് ഇതിനെ ഉപയോഗിക്കാം. അപ്പോൾ ഇനി നമുക്കിത് ഊരിയിട്ട്, ഡെലിക്കേറ്റാണ്, സൂക്ഷിച്ചില്ലെങ്കിൽ ചിലപ്പോൾ പൊട്ടിപ്പോവും. കോപ്രോയിഡാണെങ്കിൽ അത്ര ടഫല്ല ഇതിൻ്റെ സാധനങ്ങളൊക്കെ. യെസ്. അപ്പം ഇങ്ങനെ നമുക്ക് ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് ക്യാമറ എവിടെയെങ്കിലുമൊക്കെ മൗണ്ട് ചെയ്ത് ഗോപ്രോയുടെ മൗണ്ടിലും ഒക്കെ നമുക്ക് ഫിക്സ് ചെയ്ത് വെക്കാൻ പറ്റും. ഇപ്പോൾ ഞാൻ യാത്രയൊക്കെ പോകുന്ന സമയത്ത് എന്തെങ്കിലുമൊക്കെ വിഷ്വൽസ് ക്യാപ്ചർ ചെയ്തുകൊണ്ടും കൂടെ പറ്റും എന്നുള്ളതാണ് എൻ്റെ ഒരു ഉദ്ദേശം. പിന്നെ രണ്ടാമതായിട്ട് ഇത് നമുക്ക് കണ്ടൻറ് ക്രിയേറ്റേഴ്സിന് അഡ്വൈസ് ചെയ്യാൻ പറ്റുന്ന ഒരു നല്ല എഫക്റ്റീവായിട്ടുള്ളൊരു ടൂളാണ്. മീൻസ് ഒരു വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു ടൂളാണ്. അതെല്ലാം കൂടെ ആകുമ്പോഴത്തേക്ക് പിന്നെ ഈ മൈക്രോഫോണും കൂടെ ആയിക്കഴിഞ്ഞാൽ നമുക്കൊരു നല്ല കണ്ടൻറ് ക്രിയേഷന് വേണ്ടിയിട്ടുള്ളൊരു ടൂളാകും. പിന്നെ എഡിറ്റിങ്ങിന് ഞാൻ യൂസ് ചെയ്യുന്ന എഡിറ്റിംഗ് ടൂൾ എന്ന് പറയുന്നത് മൊവാവി എന്ന് പറഞ്ഞിട്ടൊരു ടൂളാണ്. അപ്പോൾ അതും വളരെ അഫോർഡബിളാണ്. ഏതാണ്ട് ഒരു 2000 സംതിങ് അതിൻ്റെ കോസ്റ്റ് ഉള്ളൂ. നമുക്ക് PC-യിലിട്ട് വർക്ക് ചെയ്യാം. അപ്പോൾ ഞാൻ PC യൂസ് ചെയ്യുന്നത് കുറച്ച് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു മെഷീനാണ്. അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഞാൻ വരുന്ന ഏതെങ്കിലും ഒരു വീഡിയോയിൽ കൂടുതൽ ഡിസ്കസ് ചെയ്യാം. ഞാൻ തന്നെ പല കോൺഫിഗറേഷനൊക്കെ നോക്കിയിട്ട് അതിൽ ഏറ്റവും അഫോർഡബിൾ ആയിട്ടുള്ളൊരു കോൺഫിഗറേഷൻ ചൂസ് ചെയ്ത്, അത് AMDയുടേതാണ്. എന്നിട്ട് സ്വന്തമായിട്ട് അസംബിൾ ചെയ്ത് എടുത്തതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വലിയൊരു കോസ്റ്റൊന്നും എനിക്കായില്ല കമ്പയറിങ് ടു വലിയ ഗെയിം ചേഞ്ചേഴ്സ് ആയിട്ടുള്ള ആപ്പിളിൻ്റെ പ്രോഡക്റ്റ്സ് ഒക്കെ വെച്ച് നോക്കുമ്പോഴത്തേക്ക് ഇതൊക്കെ വളരെ അഫോർഡബിൾ ആയിട്ടുള്ള ഗാഡ്ജറ്റാണ്. പക്ഷേ നമുക്ക് പ്രാക്ടിക്കലി നല്ലൊരു ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിയും. അതാണ് നമുക്ക് ഇതിനകത്ത് കണ്ടൻറ് ക്രിയേറ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം എങ്ങനെ നമ്മൾ കണ്ടൻറ് ക്രിയേറ്റ് ചെയ്യുന്നു, എങ്ങനെ നമ്മൾ ആളുകളിലോട്ട് അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അപ്പോൾ എന്തായാലും ആ ഒരു മൈക്കും കൂടെ കിട്ടിയതിന് ശേഷം ഞാൻ ഇതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം ഷെയർ ചെയ്യാം. ഒരു മാക്സിമം ഒരു 20,000 അത്രയും ആകത്തില്ല. ആ ഒരു ബഡ്ജറ്റിൽ നമുക്കൊരു നല്ല കണ്ടൻറ് ക്രിയേഷൻ ടൂൾ എന്നുള്ള നിലയിൽ ഈ ക്യാമറയും ഇത്രയും സാധനങ്ങളെല്ലാം കൂടെ വർത്താണ്. കാരണം നമ്മളൊരു ഐഫോണൊക്കെ വാങ്ങിച്ച് ഒരു 1 lakh ഒക്കെ ഇൻവെസ്റ്റ് ചെയ്ത് മൊബൈൽ ഡിവൈസായിട്ട് നമുക്ക് അങ്ങനെ ഒരു ലക്ഷറി സാധനം കയ്യിൽ വേണം, അല്ലെങ്കിൽ അത്രയും ഫാസ്റ്റായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ടൊക്കെ നമുക്കത് യൂസ് ചെയ്യുന്നതുകൊണ്ട് തെറ്റെന്ന് ഞാൻ പറയാറില്ല. പക്ഷേ എങ്കിൽ പോലും ഒരു കണ്ടൻറ് ക്രിയേറ്ററെ സംബന്ധിച്ചിടത്തോളം ഇതും ഇത്തരത്തിലുള്ള ഇതൊരു ഡെഡിക്കേറ്റഡ് ഡിവൈസാണ്. ഇപ്പോൾ ഐഫോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് എ ഫോൺ. ഇറ്റ്സ് നോട്ട് ഓൺലി എ ഡെഡിക്കേറ്റഡ് ഡിവൈസ് ഫോർ ക്യാപ്ചറിങ് വീഡിയോസ് ആൻഡ് ഓൾ. അപ്പോൾ വീഡിയോസൊക്കെ എടുക്കുന്നതിന് അതൊരു ഡെഡിക്കേറ്റഡ് ഡിവൈസ് അല്ല. പക്ഷേ ഈ ഒരു ഡിവൈസിനെ സംബന്ധിച്ചിടത്തോളം ഇത് പ്യുവർലി ഒരു വിഷ്വൽസ് എടുക്കാൻ, വീഡിയോസ് എടുക്കാനായിട്ട്, അതും 4K റെസൊല്യൂഷൻ 60 frames per second എടുക്കാനൊക്കെ കഴിവുള്ള ഒരു ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ഡിവൈസാണ്. വിഷ്വൽ പ്രൊഡക്ഷന് വേണ്ടിയിട്ടുള്ള ഒരു ഡെഡിക്കേറ്റഡ് ഡിവൈസാണ്. അപ്പോൾ ഞാൻ ഇത്രയും പറയാൻ കാരണം പലരും മിസ്ഗൈഡ് ചെയ്യുന്നുണ്ട്. മിസ്ഗൈഡ് ചെയ്യുന്നതാണോ അല്ലെങ്കിൽ ഇപ്പോൾ ഈ ഒരു കണ്ടൻറ് ക്രിയേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു
യൂട്യൂബേഴ്സിൻ്റെ ഇടയിലായിരുന്നാലും ഒരുപാട് വളരെ എല്ലാവരും യൂട്യൂബേഴ്സ് ആവുന്ന ഒരു കാലത്തിലാണ് നമ്മളിപ്പോൾ ജീവിക്കുന്നത്. കാരണം മിനിമലായിട്ട് നമുക്കൊരു ഫോൺ ഉണ്ടെങ്കിൽ തന്നെ നമുക്കൊരു വിഷ്വൽ കണ്ടൻ്റായിട്ട് ആളുകളുടെ മുമ്പ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്നൊരു മൊബൈൽ ഫോണിലൊരു വിഷ്വൽ എടുത്ത് നമുക്കത് അത്യാവശ്യം മൊബൈലിൽ തന്നെ ഇട്ട് എഡിറ്റ് ചെയ്ത് നമുക്കത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. അത് ആളുകളിലേക്ക് എത്തിക്കാൻ ഇപ്പോൾ വളരെ സിമ്പിൾ ലോജിക്സ് വെച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു കാലഘട്ടത്തിലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളൊരു വിഷ്വൽ കണ്ടൻറ് ഉണ്ടാക്കാൻ ഒരു ക്രിയേറ്റർ ഇത്രയൊക്കെ ഇൻവെസ്റ്റ്മെൻ്റ് ഒക്കെ ചെയ്തൊരു വലിയ സംഭവമാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും നാൾ അത്രയും ഡെഡിക്കേറ്റഡ് ആയിട്ടൊന്നും അല്ലെന്നുണ്ടെങ്കിൽ ഞാനും കുറച്ച് കണ്ടൻസ് ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് എൻ്റെ ഒരു എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ ഇതിന് വലിയ ചക്ക മറിക്കുന്ന സാധനങ്ങളോ അല്ലെങ്കിൽ ഏതാണ്ടൊരു 5 lakh ഇൻവെസ്റ്റ്മെൻറ്റോ ഒന്നും ആവശ്യമില്ല. വളരെ സിമ്പിളായിട്ടൊരു 20,000 ഇൻവെസ്റ്റ്മെൻറ്റ് ഉണ്ടെങ്കിലും നമുക്ക് ഇപ്പോൾ ഞാനിത് മെയിനായിട്ട് ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞാൽ പലർക്കും ഞാനൊരു ക്ലാസ്സസ് ഒക്കെ കണ്ടക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടൊക്കെ ഒരു കൺസൾട്ടൻ്റായിട്ട് ഞാൻ റീസെൻ്റായിട്ട് വർക്ക് ചെയ്തു. അപ്പോൾ അവർക്കൊക്കെ അഡ്വൈസ് ചെയ്തതൊക്കെ വളരെ മിനിമൽ റിസോഴ്സസിലൂടെ മാക്സിമം കണ്ടൻസ് പ്രൊഡ്യൂസ് ചെയ്യുക അല്ലെങ്കിൽ നല്ല കണ്ടൻസ് ക്രിയേറ്റ് ചെയ്യുക എന്നൊക്കെ ഉള്ളതാണ്. അതുപോലെ തന്നെ നമുക്കിപ്പോൾ മാർക്കറ്റിങ്ങിനായിട്ട് ഇപ്പോൾ നമുക്കൊരു സ്ഥാപനം ഉണ്ടെന്നിരിക്കെ ആ സ്ഥാപനത്തിലുള്ള പ്രോഡക്ട്സിനെയൊക്കെ നമുക്ക് ഓരോന്നായിട്ട് ഇപ്പോൾ നമുക്കറിയാം ഈ ഒരു കൊറോണ ക്രൈസിസ് ഒക്കെ വന്നപ്പോഴത്തേക്ക് നമുക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ കുറേ കണ്ടൻസ് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. കുറേ എൻ്റെ അഭിപ്രായങ്ങളൊക്കെ ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോഴത്തെ ഈ ഒരു സാഹചര്യത്തിൽ നമുക്ക് ബിസിനസ്സിനെയൊക്കെ ഒരുപാട് അഫക്റ്റ് ചെയ്ത ഒരു ടൈമാണ്. അപ്പോൾ നമുക്ക് എന്തെങ്കിലും ബിസിനസ് സൈഡിൽ നമ്മൾ എന്തെങ്കിലും പ്രോഡക്ട്സ് ഒക്കെ ഉണ്ടാക്കുന്നവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ പ്രോഡക്ട്സിനെ ഓരോരോ കൊച്ചു വിഷ്വൽ കണ്ടൻസ് ആയിട്ട് ഉണ്ടാക്കി അവതരിപ്പിക്കാനൊക്കെ ഇത്തരത്തിലുള്ള ഡിവൈസസ് കൊണ്ട് പറ്റും. കാരണം ഈ ഒരു ഡിവൈസ് വെച്ചിട്ട് നമുക്കൊരു പ്രൊഫഷണലി ഒരു ക്യാമറാമാനെ നമ്മൾ റെൻറ്റ് ചെയ്ത് അല്ലെങ്കിൽ അത് എഡിറ്റൊക്കെ ചെയ്തെടുക്കുന്ന ആ ഒരു കാര്യങ്ങളൊക്കെ നമുക്ക് ഇത് വെച്ച് റീപ്ലേസ് ചെയ്യാൻ പറ്റും. അങ്ങനെ നമുക്കൊരു കൊച്ചു വിഷ്വൽ കണ്ടൻസ് ഒക്കെ ഉണ്ടാക്കി അത്യാവശ്യം പ്രൊഫഷണൽ ലെവലിലൊരു വിഷ്വൽ കണ്ടൻസ് ഒക്കെ ഉണ്ടാക്കി നമുക്ക് നമ്മുടെ ബിസിനസ്സിനെ പ്രൊമോട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ അത്തരത്തിലൊക്കെ കാരണം ഇനിയുള്ള ഭാവിയിൽ നമുക്ക് ഓരോ ചെറിയ ബിസിനസ് സംരംഭങ്ങൾക്കും അവരുടേതായിട്ടുള്ള സ്വന്തം യൂട്യൂബ് ചാനലൊക്കെ ഉണ്ടായിരിക്കണം എന്നുള്ളതൊക്കെയാണ് ഞാൻ ഇതുവരെയുള്ള മനസ്സിലാക്കിയ ഒരു ഓവർവ്യൂ എന്ന് പറയുന്നത്. അപ്പോൾ അത്തരത്തിലൊക്കെ ഉള്ള കണ്ടൻറ് ക്രിയേറ്റേഴ്സിനൊക്കെ ഉള്ള ഗൈഡൻസും അതിന് വേണ്ടിയിട്ടുള്ള ഒരു റിസർച്ചിലാണ്. അപ്പോഴാണ് ഞാൻ ഇതൊരു വളരെ എഫക്റ്റീവായിട്ടുള്ളൊരു ടൂളായിട്ട് എനിക്ക് തോന്നി. വളരെ ഒരു മിനിമൽ ബഡ്ജറ്റിലുള്ളൊരു നല്ല കണ്ടൻറ് ക്രിയേഷൻ ടൂളായിട്ട് തോന്നി. അപ്പോൾ ഇതിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ആ ഒരു മൈക്രോഫോണും കൂടെ കിട്ടിയതിന് ശേഷം എങ്ങനെ എഫക്റ്റീവായിട്ട് നമുക്കിതൊരു കണ്ടൻറ് ക്രിയേഷൻ ടൂളായിട്ട് ഇതിനെ വിനിയോഗിക്കാം എന്നുള്ളതിനെക്കുറിച്ചൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാം. മറ്റൊരു അൺബോക്സിങ് വീഡിയോ ആയിട്ടോ ഒരു ജെന്യൂൻ റിവ്യൂ ആയിട്ടോ അല്ലെങ്കിൽ നമ്മുടെ ട്രൈബറിൻ്റെ വിശേഷങ്ങളായിട്ടോ അല്ലെങ്കിൽ ഒരു ബ്ലിസ്ഫുൾ സ്റ്റോറി ആയിട്ടോ ഒക്കെ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.